അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തജ്വീദ് നിയമങ്ങൾ തുടർന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അഹ്കാമ് മീം സാക്കിന, സുക്കൂനുള്ള മീം, അതിന് ശേഷം വരുന്ന അക്ഷരങ്ങളുടെ അനുസരിച്ചുള്ള നിയമങ്ങൾ. അത് മൂന്ന് നിയമങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഇദ്ഗാം, അത് ബിഗുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കലോട് കൂടിയുള്ള ഇദ്ഗാം. രണ്ടാമത്തത് ഇഖ്ഫ, മണിക്കലോടുകൂടിയാണ് ഇഖ്ഫ എപ്പോഴും ഉണ്ടാവുക. മൂന്നാമത്തെ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കുക, മണിക്കാതിരിക്കുക, കൂട്ടിക്കലർത്താതിരിക്കുക. ഈ മൂന്ന് നിയമങ്ങളാണ് നമുക്ക് അഹ്കാം മീം സാക്കിനയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിയമം നമുക്ക് നോക്കാം. ഈ നിയമത്തിന്റെ ഡെഫിനേഷൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, മീം സാക്കിനക്ക് ശേഷം അറബി ഭാഷയിലെ 28 അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള വ്യത്യസ്തമായ നിയമങ്ങൾ എന്നാണ്. അപ്പൊ ആദ്യത്തെ നിയമം ഇദ്ഗാം, അത് ബിഗുന്ന മാത്രമേ ഉള്ളൂ. നൂൻ സാക്കിന പഠിക്കുമ്പോൾ ബിലാ ഗുന്ന എന്നുകൂടി കേൾക്കും. ഇപ്പൊ ഇദ്ഗാം ബിഗുന്ന, മണിക്കലോട് കൂടിയുള്ള ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർജ് ചെയ്യുക, പിന്നെ കൂട്ടിച്ചേർക്കുക എന്നാണ്. അപ്പോൾ ഈ കൂട്ടിച്ചേർക്കുന്നതിൽ ആദ്യത്തെ നിയമം മീം സാക്കിനക്ക് ശേഷം മീം വരുമ്പോഴുള്ളതാണ്. മീം സാക്കിനക്ക് ശേഷം മീം വരുമ്പോൾ ഇദ്ഗാം അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ട് മ എന്നാക്കുക. അപ്പോൾ മണിക്കുകയും ചെയ്യുക. അതിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിയമം ഇഖ്ഫ. ഇഖ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ച് മണിക്കുക അല്ലെങ്കിൽ മറിച്ച് മണിക്കുക എന്ന് പറയും. അല്പം ആ അക്ഷരത്തിന്റെ ശബ്ദവും അല്പം മണിക്കലിന്റെ ശബ്ദം എപ്പോഴും മൂക്കിലൂടെ വരുന്ന ശബ്ദമാണ്, അല്ലെങ്കിൽ നൂന്റെ ശബ്ദമാണ്. രണ്ടും കൂടി കേൾക്കുന്നതിനാണ് ഇഖ്ഫ എന്ന് പറയുക. അപ്പൊ ഇദ്ഗാമിന് മീം സാക്കിനക്ക് ശേഷം മീം എന്ന് പറഞ്ഞതുപോലെ ഇഖ്ഫക്ക് മീം സാക്കിനക്ക് ശേഷം ബ വരിക. ബ വന്നു കഴിഞ്ഞാലാണ് ഇഖ്ഫ ഉണ്ടാകുന്നത്. ഈ 2 അക്ഷരങ്ങൾ കഴിഞ്ഞ് ബാക്കി എല്ലാ 26 അക്ഷരങ്ങൾക്കും ഇൽഹാർ അല്ലെങ്കിൽ വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. കൂട്ടിക്കലർത്താതെ, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. ഇനി ഇതിനുള്ള ഉദാഹരണങ്ങൾ കാണാം. ഇദ്ഗാം ബിഗുന്ന, മീം സാക്കിനക്ക് ശേഷം മീം വന്നാൽ ഉള്ള ഉദാഹരണങ്ങൾ: ഫഹും മുഖ്മഹൂൻ. രണ്ടാമത്തെ ഉദാഹരണം അലൈഹിം മുഅ്സദഹ്. ഇനി ഇഖ്ഫ അഥവാ മീം സാക്കിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ മണിച്ച് ബായുടെ ശബ്ദത്തോടുകൂടിയും മീമിന്റെ നൂൻ ശബ്ദത്തോടുകൂടിയും ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ഫ എന്ന് പറയാം. ഉദാഹരണം തർമീഹിം ബിഹിജാറത്തിൻ. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, വായ പൂർണ്ണമായിട്ട് പൂട്ടിയിട്ടാണ് പലരും ഓതാറ്. പക്ഷെ അങ്ങനെയല്ല ഓതേണ്ടത്. ചുണ്ടുകൾക്കിടയിൽ ഒരു പേപ്പർ കനത്തിന്റെ ഗ്യാപ്പ് ഇടണമെന്നാണ്. അപ്പൊ അല്പ ശബ്ദം വായിലൂടെയും ബാക്കി ശബ്ദം മൂക്കിലൂടെയാണ് വരേണ്ടത്. അവസാനം ബാ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകൾ കൂട്ടിമുട്ടുകയും വേണം ഒരു അല്പ നേരത്തേക്ക്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. തർമീഹിം ബിഹിജാറത്തിൻ. അടുത്ത ഉദാഹരണം ഹും ബാരിസൂൻ. ഇനി ഇദ്ഹാറിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 2 ഉദാഹരണങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അം ഹസിബത്തും, മീം സാക്കിനക്ക് ശേഷം ഹ വന്നു. അം ഹസിബത്തും. രണ്ടാമത്തെ ഉദാഹരണം ഹും ഫീ റഹ്മ. ഇതൊക്കെ ഇദ്ഹാർ ചെയ്യേണ്ട നിയമങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.